എന്റെ ഭഗവാനെ, ഇതിന്റെ സ്വിച്ച് എവിടെയാണാവോ? ഒന്ന് അറിഞ്ഞിരുന്നേ, ഒന്ന് ഓഫ് ചെയ്യാറുന്നു. ഇനി സ്വിച്ച് കൂടി കാണിച്ചു തരാം, എന്നിട്ട് വേണം നിന്നെ മിണ്ടാണ്ടാക്കാൻ. അല്ല പിന്നെ അല്ലേലും ഇപ്പൊ വന്ന് എന്നോട് ഒട്ടും സ്നേഹമില്ലാന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ. അല്ലേ, നമ്മളെന്ന് ആർക്കും വേണ്ടല്ലോ. എന്റെ അമ്മ ഇവിടെ വീണ്ടും തുടങ്ങി. ഇവിടെ ആരോട് ചോദിച്ചിട്ടാ കിസ് ചെയ്യുന്നേ? അയ്യടാ, ആരോട് ചോദിച്ചിട്ടൊന്നോ? നീ അല്ലടി വളവളാന്ന് സംസാരിച്ചോണ്ടിരുന്നേ. ഇതിന്റെ സ്വിച്ച് എവിടെയാണ് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്റെ ചുണ്ടോ, എന്റെ ചുണ്ടോട് നിന്റെ സംസാരം നിർത്താൻ എനിക്കറിയാം. ഞാനത് അപ്പോഴേ നിന്നോട് പറഞ്ഞതാ, എന്റെ നാണോ മോനോ ഒക്കെ പോയിന്ന്. അത് നിന്റെ മുമ്പില്, ഇനി എല്ലാവരുടെയും മുമ്പിലും എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാ ഞാൻ ചെയ്യും മോളെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവള് മാത്രമേ പോകുന്നുള്ളൂ, ഞാനിവിടെ തന്നെ കാണുന്നു. ഇനി എന്നെ സഹിക്കാൻ റെഡി ആയിക്കണേ. അമ്മ, എന്ന് ഞാൻ ഇറങ്ങട്ടെ. എടാ മോനെ, നീ ഇന്ന് പോണ്ട, ഇവിടെ നിൽക്ക്. ചന്തു ആകെ വിഷമിച്ചല്ലേ നിൽക്കുന്നേ. നീയും കൂടി പോയാ അവന് അത് ശരിയാവില്ല. നീ ഒന്ന് അവനെ സമാധാനിപ്പിക്കടാ. ഇന്ന് ഇവിടെ നിൽക്കാം, അമ്മയോട് ഞാൻ വിളിച്ചു പറയാം. അമ്മ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. എന്ന് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. എന്നാൽ നീ ഫ്രഷ് ആയിട്ടൊക്കെ വാ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെക്കാം. അമ്മ മാള് വിളിച്ചായിരുന്നു എത്തിന്ന് പറഞ്ഞിട്ട്? ഇല്ലല്ലോ. ഇത്രയും നേരമായിട്ട് അവൾ എത്തിയിട്ടുണ്ടാവുമല്ലോ, എന്താ വിളിക്കാത്തെ? അല്ല, നീ അങ്ങോട്ട് വിളിച്ചു നോക്കിയോ? ഞാൻ നേരത്തെ വിളിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഫോണ് കിട്ടുന്നില്ല. ബിസിന്ന് കാണിക്കുവോ? ആരോട് അവള് സംസാരിക്കുന്നെന്ന് അറിയുന്നില്ല. ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിൽ പെട്ട് കാണും. അവിടെ എത്തിയിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അല്ല അമ്മ, ഹോസ്റ്റലൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ അന്വേഷിക്കാൻ മാത്രം ഒന്നുമില്ല. അവളുടെ ഫോൺ എന്താ കിട്ടാത്തതെന്നാ എനിക്ക് അറിയാത്തത്. എടാ ചന്തു, അവള് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും, അതായിരിക്കും ഫോൺ എടുക്കാത്തെ. ആയിക്കോട്ടെ, ഞാൻ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയോ? അറ്റ്ലീസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പറയാലോ. അത് ശരി, അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നീ ഫോൺ ചെയ്യാൻ തുടങ്ങി, പിന്നെ എങ്ങനെയാ? എന്നാലും ആരോടാ സംസാരിക്കുന്നെന്ന് അറിയണ്ടേടാ, ബിസിന്നാ കാണിക്കുന്നേ. അത് നിന്റെ ഫോണിന്റെ കുഴപ്പമായിരിക്കും. ഞാൻ ഒന്ന് നോക്കട്ടെ. നോക്ക്, നിനക്കും അങ്ങനെ തന്നെ കാണിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ബിസിയാന്ന്. ഞാൻ പറഞ്ഞില്ലേ അത് നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കൂടാ. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. നമ്മൾ പിന്നെ വിളിച്ചു നോക്കാം, ചിലപ്പോൾ അവള് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. അമ്മേ, എനിക്ക് വയ്യ, എനിക്ക് പേടിയാവുന്നുണ്ട്. എടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അല്ല, ജാക്സണിനെ ഒന്ന് വിളിച്ചു നോക്ക്. അതും കാര്യമാണല്ലോ, അവനെ വിളിച്ചു നോക്ക്. ഇവളെ വിളിക്കുന്ന ഇടയിൽ അവനെ വിളിക്കാനുള്ള ഓർമ്മ പോലും ഇല്ല. ഇനി വിളിച്ചു നോക്ക്. എന്തായി? അവൻ എടുത്തു. അവൻ പറഞ്ഞു അവരെത്തിന്ന്. ഇപ്പോഴാ ഒരു സമാധാനായത്. എന്നാലും ഈ പെണ്ണെന്താ വിളിക്കാത്തെ? നീ ചോദിച്ചില്ലേ മോളെ എന്താ വിളിക്കാത്തേന്ന്? അതറിയില്ല. അവനും വിളിച്ചു നോക്കിയത്രേ, കിട്ടിയില്ല. അവളെ ഹോസ്റ്റലിൽ ചെന്നാക്കിയിട്ടാ അവൻ മടങ്ങിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളേതായാലും അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഇപ്പോഴെങ്കിലും എടുത്താൽ മതിയായിരുന്നു. എന്റെ പൊന്നെ, ഇത് എത്ര നേരമായി? അമ്മ, മീനുട്ടി എവിടെ? അവള് നേരത്തെ റൂമിൽ കയറിയതാ, ഇതുവരെ വന്നില്ല. അവളെന്ത് ചെയ്യുവാ? എടാ ചന്തു, എനിക്ക് തോന്നുന്നതേ ആ കാന്താരി ആയിരിക്കും ഫോണിൽ സംസാരിക്കുന്നതെന്ന്. അവക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ആടാ, എനിക്കും തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. നിക്ക്, ഞാനും വരാം. ഇവള് ഞങ്ങളെ വെറുതെ ടെൻഷൻ അടുപ്പിക്കും. മീനുട്ടി മതി, നിർത്ത്. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം പ്ലീസ്. ഞാൻ എത്ര നേരമായി നിന്നോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ചന്ത് മാറി മാറി വിളിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഇല്ല മോളേച്ചി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചന്തോട്ടം വിളിക്കട്ടെ. എന്റെ മോളെ, എന്റെ റൂമിൽ ഇരിക്കുന്ന കൊച്ചിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഇനി എന്താടി? അല്ല ചേച്ചി, നാളെ ഫുഡ് എന്തായിരിക്കും പറ. ഇവിടെ പെണ്ണ്, ഞാൻ ഇവിടെ വന്നെത്തിയപ്പോ തന്നെ ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ അറിയാൻ ഞാൻ റോബോട്ടോ? ചേച്ചി ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഓ എന്റെ പെണ്ണ്, ഒന്നാമത് ഇവിടെ 12 മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടാ ഇവിടെ എത്തിയേക്കുന്നത്. എന്നിട്ടിപ്പോ ഞാൻ ഇവിടുത്തെ ഓരോ ഡീറ്റെയിൽസും എടുത്തോണ്ട് വരണോ? എനിക്ക് റെസ്റ്റ് എടുക്കണ്ടേ മോളെ? അതുമല്ല, ചന്തവും വിളിക്കുന്നുണ്ട്, ജാക്സണും വിളിക്കുന്നുണ്ട്. അവരെന്തോ പറയാൻ വേണ്ടിട്ടാ വിളിക്കുന്നത്. നീ ആണെങ്കിൽ കോള് വെക്കുന്നുമില്ല. അമ്മയോട് തന്നെ ഞാൻ പറഞ്ഞില്ല എത്തിയെന്ന്. ഇനിയും പറഞ്ഞില്ല അവര് ടെൻഷൻ അടിക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞിട്ട്. സോറി ചേച്ചി, പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്റെ മോളെ, ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ അവരോട്. ശരി എന്നാ, ഞാൻ ഇനി നാളെ വിളിക്കാം, രാവിലെ തന്നെ. ഓ എന്റെ മോളെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, നീ ഇങ്ങോട്ട് വിളിക്കണ്ട. ഞാനേ സമയം കിട്ടുമ്പോ വിളിക്കാം. മതി ഇപ്പൊ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ കുരിപ്പായിരിക്കുന്നു. എന്റെ പൊന്നെ, ഈ കുരിപ്പ് കാരണം ഞാൻ ടെൻഷൻ അടിച്ച് ചത്ത്. അതെങ്ങനെ? ഇതിന് വലുതും അറിയോ? അയ്യടാ, മനസ്സിലുള്ളത് ഇതുവരെ പറയാൻ പറ്റിയില്ല. ഇന്ന് പറഞ്ഞപ്പോ അവന് സങ്കടം. എല്ലാം നീ തന്നെ വരുത്തി വെച്ചതല്ലേ, അനുഭവിച്ചോ. ഏതായാലും ഇപ്പൊ അവൾ ഫ്രീ ആയിട്ടുണ്ട്, നീ പോയി സംസാരിക്ക്. ആ ശരി, എന്നാ ഞാൻ പോട്ടെ. ഇല്ലേ ആ കുരിപ്പിന് ഞാൻ തിരിച്ചു ചെയ്യും. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ നോക്കിക്കോളാം ഈ കുരിപ്പിനെ. ഡി, എന്തോ അടി നിനക്ക് ഇത്രയും നേരം സംസാരിക്കാനുണ്ടായിരുന്നേ മാളുവിനോട്? എന്താടി നോക്കുന്നേ? നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ചോദിക്കുന്നതെന്ന്? അല്ല, മാളേച്ചി എന്റെ ചേച്ചിയല്ലേ, ഞാനല്ലേ സംസാരിക്കുന്നേ. അതിന് വരുണേട്ടൻ എന്താ? എനിക്ക് എന്താന്നോ, ഇത്രയും നേരം അവള് സംസാരിച്ചോണ്ട് ബാക്കിയാ. എന്നിട്ട് മനുഷ്യൻ അവിടെ തപ്പി നടക്കുമല്ലേ, ഇത് എവിടെ പോയി എന്ന് ആലോചിച്ചിട്ട്. പിന്നെ ചന്തു വന്ന് പറഞ്ഞോണ്ട് മനസ്സിലായി ഈ കുരിപ്പ് റൂമിൽ തന്നെ ഉണ്ടെന്ന്. ചന്തു എത്ര നേരമായിട്ട് മാളനെ വിളിക്കാൻ നോക്കുവാന്നറിയോ? അത് എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവള്. അത് ശരി, ചന്തോട്ടന് മാത്രമാണോ വിഷമം? നമുക്കില്ലേ വിഷമം? അയ്യോ എന്റെ പെണ്ണെ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. എന്റെ മീനുട്ടി, എടി, നമ്മൾ രണ്ടുപേരും പിരിഞ്ഞിട്ട് കുറെ ദിവസം മാറി നിന്ന നീ എന്നെ വിളിക്കാണ്ട് നിൽക്കുവോ? അതില്ല. ആ അതെ, നിന്നെ കൊണ്ടുപോലും പറ്റത്തില്ല. പിന്നെ എങ്ങനെയാടി അവൻ? നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അവിടെ നിന്നോട് പറഞ്ഞില്ലേ ചന്തു വിളിക്കുന്നുണ്ടെന്ന്? പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് എന്തൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തെ. അത് പോട്ടെ, ഇനി എന്തിനാ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്? നീ വാ താഴോട്ട്, എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ നേരത്തെ ഉണ്ട് വിളിക്കുന്നു. നീ താഴോട്ട് ഇറങ്ങി വരുമെന്ന് നോക്കി നിന്ന് ഞാൻ ആരായി? കഴിച്ചിട്ട് വേണം എനിക്ക് പോവാനേ. വരുണേട്ടൻ പോവാണോ ഇന്ന്? പോണം. എന്തേ പോണ്ടേ? അങ്ങനല്ല, വരുണേട്ടന് നിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി, ഞാൻ നിർബന്ധിക്കില്ല. ഓ അങ്ങനെയാണോ? അപ്പൊ നിനക്കൊരു ആഗ്രഹമില്ല ഞാൻ ഇവിടെ നിക്കണമെന്ന്? എനിക്കെന്തിന്? ഏട്ടൻ വെക്കും. ഓ അങ്ങനെ, എന്നാ ആയിക്കോട്ടെ. ഞാൻ ഫുഡ് കഴിച്ച അപ്പ ഇറങ്ങും. അമ്മ എന്നോട് നിക്കാൻ പറഞ്ഞതാ, ഇനി നിക്കുന്നില്ല. അല്ല, അമ്മ പറഞ്ഞു അങ്ങനെ. പറഞ്ഞു, ചന്തു വിഷമിച്ച് നിക്കുവല്ലേന്ന് പറഞ്ഞിട്ട്. എന്നാ ചന്തു ആണെങ്കിലോ അവളെ ഒന്ന് വിളിച്ച് സംസാരിച്ചാ മതി എന്ന് പറഞ്ഞ് നിക്കുവായിരുന്നു. അതുകൊണ്ട് നീ വാ. പിള്ളേരെ, നിങ്ങൾക്ക് ഇന്ന് കോളേജില്ലേ? എനിക്കുണ്ട്. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, സെമിനാറൊക്കെ പ്രസന്റ് ചെയ്യാനുണ്ട്. എന്നിട്ട് വല്ലതും പ്രിപ്പയർ ചെയ്തായിരുന്നോ? എവിടെന്ന്? അവക്കതിന് എവിടെയല്ല സമയം. വരണേ, ചന്തു, നിങ്ങൾക്ക് എന്താ ഇന്ന്? ക്ലാസ്സിലെല്ലാരും ഇന്റേൺഷിപ്പ് ആയിട്ട് ഓരോ സ്ഥലത്താണല്ലോ. നമുക്ക് ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്കും ചെയ്യാനുണ്ട്. കോളേജിൽ പോകണം. എന്നാ നിങ്ങൾ ഒന്നിച്ച് പോയാൽ മതി. മീനുട്ടി, ഇന്ന് ഇവരുടെ കൂടെ പോയാൽ മതി. നീ ഒറ്റയ്ക്ക് ഇറങ്ങി ഓടാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. ആയിക്കോട്ടെ എന്റെ മാതാശ്രീ. അല്ല അമ്മ, ഇന്നലെ രാകേഷ് ഇല്ലായിരുന്നു ഇവിടെ. എന്നിട്ട് അവനിപ്പോ ഇവിടെ?
ഞാൻ വന്നപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചത്, പിന്നെ മറന്നുപോയി. ആ, അവൻ ഇന്നലെ മാള് ഇറങ്ങിയ ശേഷം വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്തോ തിരക്കുണ്ട് അത്രേ, ഇനി എപ്പോഴേലും വരും എന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഇനി ഇവിടെ ഒരുത്തി സങ്കടപ്പെടുമല്ലോ. അതെ അതെ. വരുണേട്ടാ, നിങ്ങൾക്കപ്പോ ക്ലാസ് ഇല്ല അല്ലേ? ഞാനിവിടെ ബോറടിച്ച് ചാവും. ഞാനും ലീവ് എടുത്ത് നിങ്ങളുടെ കൂടെ വന്നാലോ? ഇതേ കൊച്ചെ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. പഠിത്തം കഴിഞ്ഞിട്ട് മതി വേറെ എന്തോ. അയ്യടാ, മാളേച്ചി ഇവിടെ ഇല്ലാത്തന്റെ അസൂയല്ലേ? ഇവിടെ ഉണ്ടാവുമ്പോ ചേട്ടൻ എപ്പോഴും മാളേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാനിപ്പോ വരുണേട്ടന്റെ കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചതാണോ ഇത്ര വലിയ കുറ്റം? അയ്യടാ, നീ എന്ത് വേണമെന്ന് വെച്ചാൽ വിചാരിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ലാതെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ വരാന്ന് മാത്രം വിചാരിക്കണ്ട. നോക്കിക്കോ, മാളേച്ചിയോട് ഞാൻ പറഞ്ഞു കൊടുക്കും വേഗം ഒന്നും ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പൊ എന്ത് ചെയ്യുന്നത് എനിക്ക് കാണണം. ഡീ പെണ്ണെ, ഞാൻ ഇന്നലെ തന്നെ അവളോട് പറഞ്ഞു ഇനി മേലാ നിന്റെ കോളൊന്നും എടുക്കണ്ടെന്ന്. അയ്യടാ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ മാളേച്ചി ആര്? അവൾ എന്റെ കോൾ എടുക്കാണ്ട് ഒന്നും നിക്കത്തില്ല. ഇന്നലത്തെ അവസ്ഥയാണെങ്കിൽ അവൾ ഇനി ഒരിക്കലും നിന്റെ കോൾ എടുക്കില്ല. ഓ, നമുക്ക് കാണാം. ഒന്ന് പോയി. നിനക്ക് എന്തിന്റെ കേടായിരുന്നു അവള് വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ? എന്തായാലും പിന്നെ അവളല്ലേ ഓരോന്ന് തുടങ്ങി വെക്കുന്നേ. അതെ അതെ, മാളു പോയില്ല, അതിനു മുമ്പ് തുടങ്ങിയില്ലേ. ഇനി ആവേശം തീർക്കാൻ ഞങ്ങളെ തമ്മിൽ പിരിക്കൂടാ. ആ, അത് വേണം. എന്നാൽ എനിക്കൊരു സമാധാനവും. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ഒന്നിച്ചു പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കോ? ഡാ വേണ്ടാട്ടാ, ആ കളി വേണ്ട. നമുക്കേ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. മോന് വന്നതിന്റെ കൂടെ. ഓ ആയിക്കോട്ടെ. ആ ചന്തു, സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്തില്ലേ? ഇനി ഇത് ലാബിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ റിപ്പോർട്ട് നാളെയാണ് സാറിന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് നാളെ വരെ ടൈമുണ്ട്. സോ നമുക്കിപ്പോ വീട്ടിൽ പോയാലോ? ആടാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആ, എന്നാ ഇറങ്ങാം. എടാ വരുണേ, അപ്പൊ മീനൂട്ടി ഒറ്റയ്ക്കാവില്ലേ വൈകുന്നേരം? ആ, അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഇന്ന് എനിക്ക് വീട്ടിൽ പോണം. പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്നും മുങ്ങിക്കൊണ്ട് നിക്കല്ലേ, അമ്മയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. നീ മുമ്പത്തെ പോലെ നല്ല ആക്റ്റീവായിട്ട് തന്നെ നിക്കുന്നേ. മാള് എവിടെയും പോയില്ലല്ലോ. ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരിക. വേഗം തന്നെ അവള് തിരിച്ചു വരും. ഇനിയും മുഖം വീർപ്പിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങും. അമ്മേ നോക്കിക്കോണേ, ഇവനെ പറഞ്ഞ ചിലപ്പോ കേക്കില്ല. ഓ ആയിക്കോട്ടെ. പിന്നെ എൻ്റെ മോളെ വേറെ എങ്ങോട്ടും കറക്കിക്കൊണ്ട് പോയല്ലേ, ഇങ്ങോട്ട് തന്നെ കൊണ്ടുവിടണം. നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പേടിക്കുന്നില്ല. എനിക്കറിയാടാ നിന്റെ ഉദ്ദേശം എന്താന്ന്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കറങ്ങുന്നൊക്കെ കൊള്ളാം, കുറെ ലേറ്റ് ഒന്നും ആവണ്ട. പിന്നെ ഞാൻ കിടന്നുറങ്ങും. പിന്നെ അവളെ നീ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനൊന്നുമില്ല, നമ്മള് വേഗം വരും. അമ്മ വെറുതെ ഓരോന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആ, അങ്ങനെ ആണേ കൊള്ളാം. ഡി പെണ്ണെ, നിന്നെ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? അതിന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ എന്നെ വെയിറ്റ് ചെയ്യാൻ. അയ്യടാ, നീ പറയണോ അതിന്? അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ കണക്ക് പറയുന്നേ? ഓ, നിന്നോട് സംസാരിക്കാൻ ഞാനില്ല, വേഗം വണ്ടി കയറ്. അത് ശരി, ഇന്നിനി എങ്ങോട്ടാ? നിന്നെ കൊണ്ടുപോയി കെട്ടാൻ. എന്തേ? ഇത്ര പെട്ടെന്നോ? അപ്പൊ അമ്മയോട് പറയണ്ടേ? മാളേച്ചി ഇവിടെ ഇല്ല. അയ്യോ, ഇപ്പൊ തന്നെ വേണ്ട. മാളേച്ചൊക്കെ വന്നിട്ട് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് മതി. ഓക്കെ? എന്റെ പൊന്നു ഭഗവാനെ, നീ ഇവക്ക് നാവ് മാത്രമേ കൊടുത്തുള്ളൂ, ബുദ്ധി എന്ന് പറയുന്ന സാധനം കൊടുത്തില്ല അല്ലേ? എന്താ ഈ ആലോചിച്ചോണ്ട് നിക്കുന്നേ? പോവാം നമുക്ക്. എന്റെ ഒരു വിധി.
അമ്മേ, എത്ര നേരം നമ്മൾ കളിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. എന്നാലും ആണല്ലോ, അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കുറെ ദിവസമായി വിചാരിക്കാം നീ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. ആ, അതിപ്പോ നടന്നല്ലോ. ആ, നടന്നു. എടി മീനുട്ടി, ഞാൻ എപ്പോഴേലും നിന്നെ ഒറ്റക്കാക്കിയിട്ട് പോയാ നീ എന്ത് ചെയ്യും? ഈ ലോകത്തുനിന്ന് തന്നെ പോയാ എന്ത് ചെയ്യും? എടി പറ. എടി നീ കരയുവാണോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ മീനുട്ടി, ഞാൻ വെറുതെ ആടി. എടി നീ കരയല്ലേ? ഐ എം സോറി, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, എന്റെ തെറ്റാ. സോറി സോറി പ്ലീസ്. മീനുട്ടി, എടി ഞാൻ വെറുതെ ചോദിച്ചതാ, നീ വിഷമിക്കല്ലേ. ദേ വരണേട്ടാ, ഇനി മേല ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലുണ്ടല്ലോ, ഞാൻ മിണ്ടൂല. ഒരു കാര്യം പറയാം, എന്നെ എങ്ങാനും ഒറ്റക്കാക്കി പോവാന്ന് വിചാരമെങ്കിൽ നടക്കത്തില്ല. എങ്ങോട്ട് പോവാണേലും ഞാനും കൂടെ വരും. എന്റെ പൊന്നെ, സമ്മതിച്ചു നിന്നെ. ഐ എം സോറി ഡി, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇപ്പൊ ക്ഷമിച്ചു. ഇനി മേല ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാ പിന്നെ ഞാൻ മിണ്ടില്ല, സത്യമായിട്ടും. ഐ ലവ് യു മീനു. ലവ് യു മോർ. ഓ മൈ ഗോഡ്, ഇന്ന് മാള് തിരിച്ചു വരുമല്ലോ. യെസ്, ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കും. ഈ കാന്താരി അടിച്ചു പൊളിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ നമ്മുടെ വീടല്ലാന്ന് ഓർത്ത് വേണം ചെയ്യാൻ.